നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണകുമാർ. പരിചിതമായിട്ടുള്ള മുഖമാണല്ലോ, ഇനി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. എനിവേ, നമ്മൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 177ാമത്തെ സെക്ഷൻ തുടങ്ങിയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അതായത് 8ാമത്തെ ചാപ്റ്റർ, സോറി 8അല്ല 13ാമത്തെ ചാപ്റ്റർ. 13ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് നോക്കാം. 12ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നേരത്തെ. അതിൽ 177, ജസ്റ്റ് ഞാൻ 177ഉം 178ഉം പറഞ്ഞു, എന്നിരുന്നാലും ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തത് പറയാം. ഓർഡിനറി പ്ലേസ് ഓഫ് ഇൻക്വയറി ആൻഡ് ട്രയൽ. നമ്മൾ ഈ കേസ് എടുത്താൽ മാത്രം പോലെ ഈ കേസ് എവിടെ നിൽക്കുന്നുള്ളത് കൂടി നമ്മൾ അറിയണം സ്വാഭാവികമായിട്ട്. അപ്പോൾ എവിടെയാണ് ഓർഡിനറി ആയിട്ട്, സാധാരണയായിട്ട് എവിടെയാണ് ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് നിൽക്കുക, എവിടെയാണ് അതിൻ്റെ ട്രയൽ നടക്കേണ്ടത്, എവിടെയാണ് അതിൻ്റെ ഇൻക്വയറി നടക്കേണ്ടത് എന്നൊക്കെ നമ്മൾ അറിയണം. എവറി ഒഫൻസ് ഷാൾ ഓർഡിനറിലി ബി ഇൻക്വയർഡ് ഇൻ ടു ആൻഡ് ട്രൈഡ് ബൈ എ കോർട്ട് വിത്തിൻ ഹൂസ് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ഇറ്റ് വാസ് കമ്മിറ്റഡ്. ഈ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ എവിടെയാണോ, ഏത് കോടതിയുടെ ലോക്കൽ ജൂറിസ്ഡിക്ഷനിലാണോ ഇത് നടക്കുന്നത്, അവിടെയാണ് അതിൻ്റെ ഇൻക്വയറിയും അതിൻ്റെ ട്രയലും നടക്കേണ്ടത്. ഈ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോന്നിനും അധികാര പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ കളക്ടർ, ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ് ഞാനുള്ളത്, അതുകൊണ്ട് പറയാം. തൃശ്ശൂർ ജില്ലയുടെ കളക്ടർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു അതിർത്തി പറഞ്ഞിട്ടുണ്ട്. ആ അതിർത്തിയുടെ ഉള്ളിൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിന് അധികാരം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിന് അധികാര പരിധിയുള്ളൂ എന്ന് നമ്മൾ പറയും. ഇതേപോലെ തന്നെ കോടതികൾക്കും അതുണ്ട്. കോടതികൾക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ സെഷൻസ് കോടതിയാണെന്നുണ്ടെങ്കിൽ ആ ജില്ലയിൽ മൊത്തം കേസുകൾ പരിഗണിക്കാവുന്നതാണ്. അതുപോലെ CJM ആണെങ്കിലും ആ ജില്ലയിലത്തെ മൊത്തം കേസുകളും വേണമെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഒഫൻസുകളും ചില അങ്ങനെയൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് CJM കോടതിയിൽ വരിക. ഇനി മജിസ്ട്രേറ്റ് കോടതിയാണെങ്കിലോ, മജിസ്ട്രേറ്റ് കോടതിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനാണ് ലിമിറ്റ് പറയുക. എക്സാമ്പിളായിട്ട് തൃശ്ശൂരിലെ നമ്പർ 1 മജിസ്ട്രേറ്റ് കോടതിയാണെന്ന് വിചാരിക്കുക. നമ്പർ 1 മജിസ്ട്രേറ്റ് കോടതിയാണെങ്കിൽ നമ്പർ 1 മജിസ്ട്രേറ്റ് കോടതിക്ക് ഉള്ള ജൂറിസ്ഡിക്ഷൻ എന്ന് ഇപ്പോൾ വിയ്യൂർ പോലീസ് സ്റ്റേഷൻ, ചേർപ്പ് പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ, പിന്നെ ട്രാഫിക്, അങ്ങനെ 4 പോലീസ് സ്റ്റേഷനുകളും 4 യൂണിറ്റുകളാണ് ആർക്ക് കൊടുത്തിട്ടുള്ളത്? ഈ പറയുന്ന നമ്പർ 1 എന്ന് പറയുന്ന മജിസ്ട്രേറ്റ് കോടതിക്ക് കൊടുത്തത്. അപ്പോൾ പോലീസ് സ്റ്റേഷനാണ് ഏത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ആ കേസ് സംഭവം ഉണ്ടായത്, ആ പോലീസ് സ്റ്റേഷൻ അനുസരിച്ചിട്ടൊക്കെ. അതേപോലെ തന്നെ അതിനോട് അറ്റാച്ച്ഡുള്ള എക്സൈസിൻ്റെ സ്റ്റേഷനുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോന്നിനോടും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഏത് എക്സൈസ് സ്റ്റേഷനുകളാണ് ഉള്ളതെന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പോൾ കോലടി എക്സൈസ് റേഞ്ച് ആണെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് നമ്പർ 1 മജിസ്ട്രേറ്റ് കോടതി. അപ്പം ഇങ്ങനെ ഓരോ എന്താ പറയുക എക്സൈസ് റേഞ്ചുകൾ, പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റുകൾ, ഇതെല്ലാം ഏതേത് കോടതികളുടെ പരിധിയിൽ വരുമെന്ന് കൃത്യമായിട്ട് ഗവൺമെൻറ് ഓർഡർ വഴി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, ഇൻ കൺകറൻസ് വിത്ത് ഹൈക്കോർട്ടും കൂടിയാണ്. ഓക്കെ, അപ്പം അങ്ങനെ അതാണ് ഈ ജൂറിസ്ഡിക്ഷൻ. അപ്പം ഇനി പോലീസ് സ്റ്റേഷൻ ആകുമ്പോഴോ സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തികൾ എന്ന് പറഞ്ഞാൽ വില്ലേജോ അല്ലെങ്കിൽ പഞ്ചായത്തോ, ഇത്ര പഞ്ചായത്തുകൾ എന്നൊക്കെ ആയിരിക്കും സാധാരണ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തി ഉണ്ടാകും. പണ്ടൊക്കെ തമാശയായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, അതായത് ഈ പോലീസ് സ്റ്റേഷനിലെ കേസുകളുടെ എണ്ണം, ഇപ്പോൾ കൊലപാതകം പോലുള്ള കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ, അതുപോലെ പുഴയുടെയോ ഒക്കെ അവിടെയാണ് ഈ ചിലപ്പം വന്നിട്ട് ഈ ഡെഡ് ബോഡിയൊക്കെ വന്ന് അടിയും. അങ്ങനെയാണെങ്കിൽ അത് അവിടെ വന്നിട്ട് അവിടുന്ന് ഏത് അതിർത്തി, ഏത് പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റിൽ നിന്നാണ് കിട്ടുന്നത്, സ്വാഭാവികമായിട്ട് അവർക്കാണല്ലോ കേസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ പോലീസുകാർ പണ്ട് കേസിൻ്റെ എണ്ണം കുറയ്ക്കാനും പണി കുറയ്ക്കാനും വേണ്ടി ഇത് തള്ളി അങ്ങോട്ട് മാറ്റും. അത്ര ഒരു തോടോ അല്ലെങ്കിൽ ചെറിയൊരു പുഴയൊക്കെ ആണെങ്കിൽ ഈ സൈഡിലുള്ള ബോഡീനെ അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയെടുത്തേ, എന്തെങ്കിലും കൊണ്ട് കുത്തിയിട്ട് അങ്ങനെ കുത്തി മാറ്റിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ മിക്കവാറും പുഴകൾ, തോടുകൾ, അതുപോലെ റോഡ്, ഇങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള പാലങ്ങൾ, ഇതൊക്കെ ആയിരിക്കും അതിർത്തിയായിട്ട് വെച്ചിട്ടുണ്ടാവുക മിക്കവാറും. ഇത് ഞാൻ ഇങ്ങനെ തമാശയായിട്ട് പോലീസുകാരുടെ ഇടയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ കുത്തി മാറ്റാൻ എന്നൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായിരിക്കും എൻ്റെ കോൺസിക്വൻസ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല, അത് തന്നെ നിങ്ങൾക്കറിയാം. പക്ഷെ പണ്ടൊക്കെ അങ്ങനെ തമാശയായിട്ട് ഇങ്ങനെ പോലീസുകാരുടെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ഞാൻ അതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പം അങ്ങനെ ഈ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ, ആ ജൂറിസ്ഡിക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഏത് ജൂറിസ്ഡിക്ഷനിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ്
ഏത് കോടതിക്കാണ് അതിൻ്റെ അധികാരപരിധി എന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഓരോ സ്റ്റേഷനിലും ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം ആ സ്റ്റേഷനിൽ വരുന്ന കേസുകളെല്ലാം ഏത് കോടതിയിലോട്ടാണ് പോകുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവിടുന്ന് ഒരു എയ്ഡ് പ്രോസിക്യൂഷൻ ഉണ്ടാവും. മറ്റേ പലരും തെറ്റിയൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എയ്ഡ് ടു കോർട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോടതിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അസിസ്റ്റൻസ് ഒന്നും ആവശ്യമില്ല, പ്രോസിക്യൂഷനാണ് നിങ്ങളുടെ അസിസ്റ്റൻസ് വേണ്ടത്. കോടതിക്ക് എന്തിനാണ് നിങ്ങളുടെ അസിസ്റ്റൻസ് എന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി. എനിവേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ട് ഞാൻ പറഞ്ഞതാണ്, പ്രോസിക്യൂട്ടറാണ് എല്ലാ കാര്യങ്ങളും. പോലീസ് ആയാലും എക്സൈസ് ആയാലും ഫോറസ്റ്റ് ആയാലും ഏത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും കൊള്ളാം, വട്ട് എവർ ഹാപ്പൻസ് ദാറ്റ് ഷുഡ് ബി ത്രൂ ദ പബ്ലിക് പ്രോസിക്യൂട്ടർ. അത് എന്ത് കടലാസുകൾ പോവുകയാണെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പ്രോസിക്യൂട്ടറിൽ കൂടെ പോകണം എന്നുള്ളതാണ് പോളിസി, നയം, ലോ, അതുപോലെ തന്നെ സുപ്രീം കോടതി റൂളിംഗ് ഉണ്ട്. മുമ്പ് ഞാനിത് പറഞ്ഞു തോന്നുന്നു ഒരിക്കലും. അപ്പോൾ നമുക്ക് എയ്ഡ് പ്രോസിക്യൂഷൻ, എയ്ഡ് കോർട്ടല്ല, എയ്ഡ് ടു കോർട്ട് എന്ന് ചില സ്ഥലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അല്ല, അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. എയ്ഡ് ടു പ്രോസിക്യൂഷനാണ് നമുക്കുള്ളത്. അപ്പോൾ എയ്ഡ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും നമ്മുടെ കേസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും ഫയലുകൾ കൊണ്ടുപോകാനും, അതുപോലെ നമ്മുടെ ഇവിടുത്തെ റിപ്പോർട്ടുകളും നമ്മുടെ FIR, ഒക്കറൻസ് റിപ്പോർട്ടുകൾ ഇതെല്ലാം കോടതിയിലോട്ട് എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ അതിന് വേണ്ടി ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എയ്ഡ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അറിയാം, സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾക്കും അറിയാം ഇന്നതാണ് കോടതി ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വേണം അതിനെ നമ്മൾ കാണാൻ. സോ ഈ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജൂറിസ്ഡിക്ഷൻ ഇല്ലാതെ കേസുകൾ കേട്ട് കഴിഞ്ഞാൽ അത് എന്താ പറയുക, ശരിയായിട്ടുള്ളൊരു രീതിയല്ല, അത് തെറ്റായിട്ടുള്ളൊരു കീഴ്വഴക്കമുണ്ടാക്കും. അത് മാത്രമല്ല അതിന് ഒരു ശരിയായിട്ടുള്ള വാലിഡിറ്റിയും ഇല്ല എന്നുള്ളത്, ജൂറിസ്ഡിക്ഷൻ ഇല്ലാതെ ശരി. സോ 178 വന്നു കഴിഞ്ഞാൽ പ്ലേസ് ഓഫ് ഇൻക്വയറി ഓർ ട്രയൽ. ജൂറിസ്ഡിക്ഷൻ്റെ കാര്യം പറയുമ്പോൾ അതായത് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് തന്നെയായിട്ട് പ്രതിഭാഗത്തുനിന്ന് ഉയർത്താറുണ്ട് പലപ്പോഴും. അതായത് എക്സാമ്പിളായിട്ട് പറയുന്നത് സിവിൽ കോടതികളിലൊക്കെ ഇഷ്ടംപോലെ അങ്ങനെ പറയാറുണ്ട്, ഈ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതേ അല്ല ഈ കേസ്, അതുകൊണ്ട് ഈ കോടതിക്ക് അധികാരമില്ല. അങ്ങനെ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് അധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആദ്യം തീരുമാനിക്കണം, അത് കഴിഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പം അതുകൊണ്ട് ഈ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്രിമിനൽ കേസിലും അങ്ങനെയൊക്കെ റേസ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ജൂറിസ്ഡിക്ഷൻ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതിനാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. സോ 178 വന്നു കഴിഞ്ഞാൽ പ്ലേസ് ഓഫ് ഇൻക്വയറി ഓർ ട്രയൽ. എവിടെയാണ് ഇൻക്വയറിയും ട്രയലും നടക്കേണ്ടത്? ഓർഡിനറി പ്ലേസ് ആണ് 177 പറഞ്ഞത്. 178 പറഞ്ഞത് നോക്കൂ, വെൻ ഇറ്റ് ഈസ് അൺസർട്ടൻ ഇൻ വിച്ച് ഓഫ് സെവറൽ ലോക്കൽ ഏരിയാസ് ആൻ ഒഫൻസ് വാസ് കമ്മിറ്റഡ്. പല സ്ഥലങ്ങളിലായിട്ടാണ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നത്, പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഒരു പാർട്ട് നടന്നത് ഒരു പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റാണ്, വേറൊരു പാർട്ട് നടന്നത് വേറൊരു ജില്ലയിൽ വേറൊരു പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റിലൊക്കെയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ അങ്ങനെയൊക്കെ ഉണ്ടാകാം സ്വാഭാവികമായിട്ട്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാളെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് അയാളുടെ ആഭരണങ്ങളും ഇതൊക്കെ കവർന്നെടുത്തു അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് അത് ചിലപ്പം തൃശ്ശൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് എറണാകുളത്ത് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അയാളെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ കൊലപാതകം നടക്കുന്നുണ്ടാവും. ഇത് ഇയാൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇത് എല്ലാവരും അറിയും, അപ്പോൾ അതുകൊണ്ട് ഇയാളെ ഇല്ലാതെയാക്കാമെന്നൊക്കെ തെറ്റായിട്ടുള്ള ധാരണയാണ് അങ്ങനെ ചെയ്യുന്നത്. സോ നമ്മൾ ഈ എന്താ പറയുക, അബ്കാരി ഒഫൻസിൻ്റെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്, ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മദ്യം കടത്തുന്നത്, മദ്യം സൂക്ഷിച്ചു വെച്ചൊരു സ്ഥലം ഉണ്ടാവും, അത് കഴിഞ്ഞ് വാഹനത്തിൽ കടത്തിയൊരു സ്ഥലം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് സൂക്ഷിച്ചു വെച്ച സ്ഥലം ഉണ്ടാവും. നമ്മൾ ആ രണ്ടാമത് സൂക്ഷിച്ചു വെച്ച സ്ഥലത്ത് നിന്നാണ് നമ്മളിത് പിടിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നേരത്തെ സൂക്ഷിച്ചു വെച്ചതും എന്തായിരുന്നു, ഒരു ഇല്ലീഗലായിട്ടുള്ള പൊസഷനായിരുന്നു. ഈ കാറിൽ കടത്തിയെന്നാണ്. അപ്പോൾ 2-3 ജില്ലകളിലൂടെ അല്ലെങ്കിൽ 2-3 റേഞ്ചുകളിലൂടെ, എക്സൈസിൻ്റെ റേഞ്ചുകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ആ കടത്തി എന്ന് പറയുന്നത് നോക്കി നോക്കൂ, പല സ്ഥലങ്ങളിലുമായിട്ട് വന്നു. പിന്നെ അവസാനം അത് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി സൂക്ഷിക്കുന്നു. അപ്പോൾ അതൊരു എക്സൈസിൻ്റെ ഒരു ജൂറിസ്ഡിക്ഷനിൽ വരുന്നതാണ്. സോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, വേർ ആൻ ഒഫൻസ് ഈസ് കമ്മിറ്റഡ് പാർട്ട്ലി ഇൻ വൺ ലോക്കൽ ഏരിയ ആൻഡ് പാർട്ട്ലി ഇൻ അനദർ. അപ്പോൾ പാർട്ടായിട്ട് ഒരു സ്ഥലത്ത് കുറച്ച് നടക്കുക, വേറൊരു സ്ഥലത്ത് കുറച്ച് നടക്കുക, അങ്ങനെയാണെങ്കിൽ അതാണ് ഒരു സാഹചര്യം. രണ്ടാമത് പറയുന്നത്, വേർ ആൻ ഒഫൻസ് ഈസ് എ കണ്ടിന്യൂയിങ് വൺ. ഒരു ഒഫൻസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒഫൻസ് ആണെന്ന് ഇരിക്കുക. ഫോർ എക്സാമ്പിൾ, ആൻഡ്
ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആൻഡ് കണ്ടിന്യൂസ് ടു ബി കമ്മിറ്റഡ് ഇൻ മോർ ലോക്കൽ ഏരിയാസ് ദാൻ വൺ. ലോക്കൽ ഏരിയകളിൽ ഒന്നിൽ കൂടുതൽ ലോക്കൽ ഏരിയകളിലാണ് ഇത് നടക്കണമെന്ന് ചോദിച്ചത് എക്സാമ്പിളായിട്ട്. ഇപ്പോൾ ഒരു വണ്ടിയിൽ നമ്മുടെ പ്രശസ്തമായിട്ടുള്ളൊരു കേസ് ഉണ്ടല്ലോ, ഒരു നടിയെ കയറ്റിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നൊരു കേസ്, എന്നിട്ട് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി, എന്നിട്ട് മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അപ്പോൾ ഈ വാഹനം പോകുമ്പോൾ പല 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 ഇതിലൂടെയാണ് കടന്നു പോവുക, പല പല ലോക്കൽ ലിമിറ്റ്സിലൂടെ കടന്നു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയൊക്കെ അപ്പോൾ ഇതാണ് ഈ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അവിടുന്ന് തുടങ്ങി വാഹനത്തിൽ കയറ്റി, അപ്പോൾ തന്നെ ഓൾറെഡി അബ്ഡക്ഷനായി ഒരു സ്ത്രീ, അത് കഴിഞ്ഞ് അവിടുന്ന് കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് പല പല ലിമിറ്റിലൂടെ ഇത്. അപ്പോൾ പാർട്ടലി വൺ ലോക്കൽ ലിമിറ്റ്സിൽ, പാർട്ടലി അനദർ ലോക്കൽ ലിമിറ്റ്സിൽ. പിന്നെന്താ പറയുന്നത്, ഒരു കണ്ടിന്യൂയിങ് ഒഫൻസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ അബ്കാരി കേസായിട്ട് ഇപ്പോൾ ചാരായം കടത്തിക്കൊണ്ടുപോകുക, ചാരായത്തിൻ്റെ പൊസിഷൻ തന്നെ ഇല്ലീഗലാണല്ലോ. എന്നിട്ട് അതെന്ത് ചെയ്യുക, കടത്തിക്കൊണ്ടുപോകുക, പല 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 ലിമിറ്റുകളിലൂടെ കടത്തിട്ടുണ്ട്. അപ്പോൾ എന്താ കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഒരു ഒഫൻസ്. ദെൻ വേർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ആക്ട്സ് ഡൺ ഇൻ ഡിഫറെൻറ്റ് ലോക്കൽ ഏരിയാസ് ഇറ്റ് മേ ബി. അപ്പോൾ അങ്ങനെയും വരാം. അതായത് വേർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ആക്ട്സ് ഡൺ ഇൻ ഡിഫറെൻറ്റ് ലോക്കൽ ഏരിയാസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു സ്ഥലത്ത് തട്ടിക്കൊണ്ടുപോയി, വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി, ആഭരണങ്ങളൊക്കെ കവർന്നെടുത്തു, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, അയാളെ കൊലപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ തെളിവുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി ഇത് കത്തിച്ച് കളയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ ഒക്കെ ആണെങ്കിൽ may be inquired into or tried by a court having jurisdiction over any of such local areas. അപ്പോൾ ഈ പറയുന്ന ഏത് ലോക്കൽ ഏരിയയിൽ വരുന്ന അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഏത് കോടതിക്കാണ് വരുന്നത്, ആ കോടതിക്കൊക്കെ ഇതിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞതാണ് ഏത്, സെക്ഷൻ 178. മനസ്സിലായെന്ന് വിചാരിക്കും. ദെൻ 179 പോയി കഴിഞ്ഞാൽ ഒഫൻസ് ട്രയബിൾ വേർ ആക്ട് ഈസ് ഡൺ ഓർ കോൺസിക്വൻസ് എൻസ്യൂസ്. എൻസ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ തുടരുക, പിന്തുടരുക എന്നാണ് എൻസ്യൂ എന്ന് പറയുന്ന വാക്ക്, ENSUE. നോക്കൂ, വെൻ an act is an offense by reason of anything which has been done and of a consequence which has ensued. അപ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു കുറ്റകൃത്യം ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് അത് വേറൊരു സ്ഥലത്ത് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടായാൽ the offense may be inquired into or tried by a court within whose local jurisdiction such a thing has been done or such a consequence has ensued. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മദ്യം ഒരു സ്ഥലത്ത് സൂക്ഷിക്കുന്നു, എന്നിട്ട് അത് അവിടെ വെച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് മദ്യത്തിൻ്റെ കച്ചവടം ഉറപ്പിച്ചിട്ട്, ഈ ഇല്ലീഗലായിട്ടുള്ള മദ്യത്തിൻ്റെ വേറൊരു ലോക്കൽ ജൂറിസ്ഡിക്ഷൻ വെച്ചിട്ട് കച്ചവടം ഉറപ്പിക്കും. അവിടെ വെച്ചിട്ട് അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കൈമാറുന്നു, അവിടെ വെച്ച് അവരൊരു കരാറിലെത്തുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആവാം. അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് വരുന്നത് വേറൊരു, സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ എക്സാമ്പിൾ എത്ര മാത്രം. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്താ ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോൺ ചെയ്തിട്ട് ഒരാളെ ബുദ്ധിമുട്ടിച്ചു, അങ്ങനെയാവാറ്. ഫോൺ ചെയ്യുന്നത് വേറെ എവിടെയെങ്കിലും ഇരുന്നിട്ടായിരിക്കും, എന്നിട്ട് വളരെ അശ്ലീലമായിട്ടും ഇതൊക്കെ സംസാരിക്കുക. അതല്ലെങ്കിൽ ഫോൺ ആയിട്ടുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളുടെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെയോ ഒക്കെ ഫോൺ ആയിട്ടുള്ള മെസ്സേജസോ അതല്ലെങ്കിൽ വാട്സപ്പിൽ ഫോട്ടോസോ ഒക്കെ ഇട്ട് കൊടുക്കുന്നു, ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ചെയ്യുന്നു. അതിൻ്റെ കോൺസിക്വൻസ് വരുന്നത് വേറെ സ്ഥലത്താണ്, കാരണം അത് റിസീവ് ചെയ്യുന്നത് വേറെ സ്ഥലത്താണ്. അപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് ശല്യം ചെയ്യണമെങ്കിൽ ഫോൺ വിളിക്കുന്ന ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ്, അതിൻ്റെ കോൺസിക്വൻസ് വരുന്നത് വേറെ സ്ഥലത്താണ്. അങ്ങനെ റിസീവ് ചെയ്യുന്നത് വേറെ സ്ഥലത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് അതിൻ്റെ കോൺസിക്വൻസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാവാം. അപ്പോൾ ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എവിടെ ഇരുന്നിട്ടാണ് ഫോൺ ചെയ്തത്, അതല്ലെങ്കിൽ എവിടെ ഇരുന്നിട്ടാണോ ഈ പറയുന്ന വാട്സപ്പ് മെസ്സേജ് അയച്ചത്, അവിടുത്തെ ലോക്കൽ ജൂറിസ്ഡിക്ഷനിൽ ഈ ഒഫൻസ് പെടും. അതല്ലെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ്, അതിൻ്റെ എൻസ്യൂ ചെയ്തിട്ട് അതിൻ്റെ ഇഫക്റ്റ് എവിടെയാണോ വരുന്നത് അവിടെയും വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ വരാം എന്നാണ്. അതാണ്. അപ്പോൾ ഈ രണ്ട് കോടതികൾക്കും എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്ഥലത്ത് ഇത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ FIR ഇട്ടു, അല്ലെങ്കിൽ നമ്മൾ ഒക്കറൻസ് റിപ്പോർട്ട് ഇട്ടു, അവിടുന്ന് അന്വേഷണം തുടങ്ങി. ദെൻ നമ്മൾ അവിടെ അന്വേഷണം പൂർത്തീകരിച്ച് നമ്മൾ ചാർജ് കൊടുക്കും. അതുകൊണ്ട് പിന്നെ അപ്പുറത്തൊരു അതിനൊരു പ്രസക്തി ഇല്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോരുന്നത്. ഈ രണ്ട് കാര്യങ്ങളിലും അത് ബൈ വെർച്യൂ ഓഫ് ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നോക്കൂ,
by virtue of section 179 of the CRPC, even the courts within whose local jurisdiction the repercussion or effect of the criminal act occurs would have jurisdiction in the matter. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൻ്റെ ഇഫക്റ്റ് എവിടെയാണോ ഉണ്ടാവുന്നത് ഇത്, അപ്പോൾ അവിടെയും എന്തുണ്ട്, ഇതിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന് കോടതി 2012 ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. Then 180 വന്നു, പ്ലേസ് ഓഫ് ട്രയൽ വെയർ ആക്ട് ഈസ് എൻ ഒഫൻസ് ബൈ റീസൺ ഓഫ് റിലേഷൻ ടു അനദർ ഒഫൻസ്. വേറൊരു ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നോക്കാം നമുക്ക്. വെൻ an act is an offense by reason of its relation to any other act which is also an offense, or which would be an offense if the doer were capable of committing an offense, the first mentioned offense may be inquired into or tried by a court within whose local jurisdiction either act was done. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കുറച്ച് എന്താ പറയുക ഗൂഢാലോചനയൊക്കെ നടത്തി കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് അതിൻ്റെ ആക്ട് നടത്തുന്നത് വേറൊരു സ്ഥലത്താണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പൈസ സംഘടിപ്പിച്ചു അല്ലെങ്കിൽ ആയുധങ്ങൾ സംഘടിപ്പിച്ചു, ഗൂഢാലോചന ഇല്ല എനിക്ക്. ഒരാൾ കുറച്ച് പൈസയും ഇപ്പോൾ ആയുധങ്ങൾ പെർമിസിബിൾ ആയിട്ടുള്ള ആയുധങ്ങളാണെന്ന് വിചാരിക്കുക, അതും സംഘടിപ്പിച്ച് വെച്ചു ഒരാൾ എന്ന് വിചാരിക്കുക. അത് അവിടെ സംഘടിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അതൊരു ഒഫൻസ് ആവുന്നില്ല. മറിച്ച് അത് എന്താ പറയുക വേറൊരു സ്ഥലത്ത് അത് ചെയ്യുക. ഇപ്പോൾ ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അയാൾ എന്തെങ്കിലും അക്രമങ്ങൾ കാണിക്കുക. ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് അയാൾ എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക ടെററിസ്റ്റ് ആക്ടിവിറ്റീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ഇത് ചെയ്യുന്നത് അവിടെയും, അതുപോലെ തന്നെ എവിടെയാണോ ഇദ്ദേഹം ഇത് സൂക്ഷിച്ചു വെച്ചത് അവിടെയും എന്താവും, എന്താ പറയുക, അല്ലെങ്കിൽ എവിടെയാണ് ഇത് ആദ്യം ഈ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചെന്ന് തുടങ്ങുന്നത് അവിടുത്തെ കോടതിക്കും എന്ത് വരും. അപ്പോൾ ഇതിനെ വെറുതെ അത് ശേഖരിച്ചു വെച്ചു അല്ലെങ്കിൽ സംഘടിപ്പിച്ചു വെച്ചു, കുറച്ച് പൈസ അയാൾ സംഘടിപ്പിച്ചു വെച്ചു, നോട്ട് ആൻ ഒഫൻസ്. പെർമിസിബിൾ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ആയുധങ്ങൾ സംഘടിപ്പിച്ചു, അതും ഒരു ഒഫൻസ് അല്ല. പക്ഷെ ഇത് രണ്ടും പിന്നീട് വേറെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇപ്പോൾ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിക്കാണ് ഇദ്ദേഹം ഇത് ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു, ആദ്യത്തെയും കൂടി ഒഫൻസ് ആയിട്ട് മാറുന്നു. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ചില ഒഫൻസുകൾ എടുക്കുമ്പോൾ അത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസ് ആവില്ല, മറിച്ച് അത് മറ്റൊന്നിനോട് കൂടുമ്പോൾ അത് ഒഫൻസായിട്ട് മാറും. വേറൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക, അതായത് നമ്മൾ ഞാൻ പണ്ടൊരു കേസ് നടത്തിയെന്ന് ഓർമ്മയെന്ന് ഞാൻ എടുത്തു പറയുന്നത്, അതായത് ഒരുത്തൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ട് ഉള്ളൊരു വൈഫ് ഒരു 7-8 മാസമായി, അവർക്ക് ഛർദിയും വയറിളക്കമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും പബ്ലിക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, എല്ലാവർക്കും അവിടത്തോട്ട് പ്രവേശിക്കുകയും ചെയ്യും. അങ്ങനെ പ്രവേശിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഇല്ലീഗലല്ല. ഇപ്പം എൻട്രി എന്ന് പറഞ്ഞാൽ ഇല്ലീഗലല്ല. ദെൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ ഉണ്ടായ സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പം ഹോസ്പിറ്റലിൽ വേണ്ട രീതിയിൽ കെയർ ഒന്നും കൊടുത്തില്ല. ഇതിങ്ങനെ സിങ്കിങ് സ്റ്റേജിലായി വൈഫ്. അപ്പോൾ ഇയാൾക്ക് ആകെ ദേഷ്യം വന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു, കസേര എടുത്തിട്ട് ഒരു ഒറ്റ ഇറങ്ങി കൊടുത്തു. ഇങ്ങനെ വഴക്കൊക്കെ ആയി, നേഴ്സുമാരുടെ അടുത്ത് ഡോക്ടറാണെങ്കിൽ വന്നില്ല. അപ്പോൾ ഗവൺമെൻറ് ഒരു ഹോസ്പിറ്റലാണ്, കസേര എടുത്തിട്ട് ഏതിലോട്ട്, ഈ പറഞ്ഞ ജനവാതിലോട്ട്, അവിടെ ഒരു ജനവാതിലുണ്ട്, അതിലോട്ട് എറിഞ്ഞു, അതിൻ്റെ ചില്ല് പൊട്ടി. അപ്പോൾ എന്നിട്ട് ഇവരെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ട് അയാൾ ഭാര്യനെയും കൊണ്ട് ഡിസ്ചാർജ് ഒന്നും വാങ്ങിക്കാതെ ഭാര്യനെയും കൊണ്ട് പോയി വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇതാണ് കേസ്. കോടതി കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയാണെന്ന് എൻ്റെ ഓർമ്മ, കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി അയാൾ ശിക്ഷിച്ചു. അതിൻ്റെ അപ്പീലാണ് ഞാൻ ആർഗ്യൂ ചെയ്തത്. എനിവേ പാർട്ടിലി അലൗ ചെയ്തു തൃശ്ശൂർ സെഷൻസ് കോടതി. ആ അപ്പീലിൽ ഇതായിരുന്നു വിഷയം. അതായത് ഇത് വന്നപ്പം ഞാൻ പറഞ്ഞെന്താണെങ്കിൽ എൻട്രി ലീഗലാണ് സ്വാഭാവികമായിട്ടും, പക്ഷെ കോടതി നമുക്ക് എന്താ പറയുക ലീഗൽ എൻട്രി ആണോ ഇല്ലീഗൽ എൻട്രി ആണോ എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മൾ ലീഗലായിട്ട് എൻട്രി ചെയ്താലും പിന്നീട് നമ്മൾ ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യം ചെയ്യണമെങ്കിൽ ആ എൻട്രി പോലും ഇല്ലീഗലാവും എന്ന് പറഞ്ഞിട്ട് അതിന് അങ്ങനെ ഒരു ഇന്ത്യൻ പീനൽ കോഡിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്, പറയുന്നതുണ്ട്. അപ്പം അതുകൊണ്ട് അത് വെച്ചിട്ടാണ് താഴെ കോടതി ശിക്ഷിച്ചത്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ആർഗ്യുമെൻ്റാണ് ഞാൻ കൊണ്ടുവന്നത്. അത് പറഞ്ഞപ്പം കോടതിക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല ഞാൻ പറഞ്ഞ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെട്ട സമയത്താണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. കാരണം 8 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള തൻ്റെ വൈഫ് എന്ത് ചെയ്യുക, സിങ്ക് ചെയ്യുക. ആ സമയത്ത് ഒരു ഡോക്ടറുടെ അറ്റൻഷൻ കിട്ടേണ്ട സ്ഥലത്ത് കിട്ടാതിരിക്കുക. സ്വാഭാവികമായിട്ടും ഏറ്റവും അടുത്ത ആൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് തന്നെയാണ്. ഭർത്താവ് ഇങ്ങനെ
പെരുമാറിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മൾ ആ ഒരു അവസ്ഥാവിശേഷം നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് മജിസ്ട്രേറ്റ് എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനെ ഫൈനാക്കിയിട്ട് കുറച്ചു. ഇപ്പോൾ പാർട്ടലി അലൗഡാണ് എമൗണ്ട്, അതായത് ആ നഷ്ടം സർക്കാരിന് വന്ന നഷ്ടം ഇവൻ്റെ ഫൈനാക്കിയിട്ട് ഈടാക്കാനും, എന്നിട്ട് അത് ആ ഫൈൻ ഈടാക്കി കഴിഞ്ഞാൽ ആ പൈസ ഹോസ്പിറ്റലിന് കൊടുക്കാനും, പിന്നെ ഒരു ദിവസത്തെ ഇംപ്രിസൺമെൻറ്റ് ഇതാണ് കൊടുത്തത് നാശാക്കിയതിന്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ആകുമ്പോൾ കോടതിയിൽ നിന്നാൽ മതി, ജയിലിൽ പോകേണ്ട കാര്യമില്ല. പിന്നെ ഇനി ഇങ്ങനെ ഞാൻ പണ്ട് വക്കീലായിരുന്നു, 2004 കാലഘട്ടത്തിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു അപ്പീൽ ആർഗ്യുമെൻ്റ്. അപ്പോൾ നോക്കൂ, ആദ്യത്തെ ആക്ട് എന്ന് പറയുന്നത് എന്തല്ല യഥാർത്ഥത്തിൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ അല്ല, മറിച്ച് പിന്നീട് സംഭവിക്കുമ്പോൾ അതെന്തായിട്ട് മാറും. അങ്ങനെ ഒരു ആക്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, അത് ഇല്ലീഗലായിട്ടുള്ള ഒന്നായിട്ട് മാറും. ആ എൻട്രി തന്നെ പിന്നീട് ഇല്ലീഗലായിട്ട് മാറും. അതാണ് ഇപ്പോൾ ഒരു കള്ളൻ ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു, പക്ഷെ അയാൾ നമ്മുടെ അടുത്ത് സംസാരിച്ചിരുന്നതിന് ശേഷം പോകുമ്പം നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി നേരത്തെ ചെറിയ കൊച്ചിൻ്റെ ചെയ്യണോ അവിടെ ഇരുന്ന മൊബൈലോ എടുത്ത് കൈവശപ്പെടുത്തിയിട്ടാണ് പോയെന്നുണ്ടെങ്കിലോ അപ്പോൾ അയാളുടെ എൻട്രി കൂടി ഇല്ലീഗലായിട്ട് മാറും. അതുവരെ അയാളുടെ എൻട്രി നിന്ന് ലീഗലായിരുന്നു, മറിച്ച് ആ സമയത്ത് അതിനും വേറെ പണിഷ്മെൻ്റ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് ഒരെണ്ണം മറ്റൊന്നിനോട് കണക്റ്റഡ് ആയിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞതുപോലെ ആകാം. അങ്ങനെയാണെങ്കിൽ അതും കൂടി അപ്പോൾ ഏത് ഈ ആക്ട് എവിടെ നടന്നതായാലും ആ കോടതികൾക്കൊക്കെ എടുക്കാം എന്നാണ് ഈ പറഞ്ഞതിന് താല്പര്യം. അത്രയേ ഉള്ളൂ. 180 നമ്മുടെ അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവാറില്ല. എന്നിരുന്നാലും ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, ദെൻ പ്ലേസ് ഓഫ് ട്രയൽ. എന്തെങ്കിലും സംശയങ്ങളിലെങ്കിൽ വിളിച്ച് ചോദിച്ചേക്കണം. നമ്പറൊക്കെ ഞാൻ ഒരുപാട് തവണ വരണം. 9847563476 ആണ്. ദെൻ പ്ലേസ് ഓഫ് ട്രയൽ ഇൻ കേസ് ഓഫ് സർട്ടൻ ഒഫൻസസ്. നോക്കൂ, ചില ഒഫൻസുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്ലേസ് ഓഫ്, അതായത് എനി ഒഫൻസ് ഓഫ് ബീങ് എ തഗ് ഓർ മർഡർ കമ്മിറ്റഡ് ബൈ എ തഗ്. തഗ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം കൊല്ലും, കൊലവിളിയും, കളവും ഒക്കെ ആയിട്ട് തോന്നിവാസിയായിട്ട് തെമ്മാടിയായിട്ട് നടക്കുന്ന ആളെ തന്നെയാണ് അങ്ങനെ പറയുന്നത്. തഗ് ഓഫ് ഡെക്കോയിറ്റി, കൊള്ളയോ ഒക്കെ ഉണ്ടാവുക. ഓഫ് ഡെക്കോയിറ്റി വിത്ത് മർഡർ, കൊലയും ഉണ്ടാവുക. ഓഫ് ബിലോങ്ങിങ് ടു ഗാങ് ഓഫ് ഡെക്കോയിറ്റ്സ്, അതുകൊണ്ട് ഒരു ഗാങ് ഓഫ് ഡെക്കോയിറ്റ്സ് കൂടിയിട്ട് ചെയ്യാം. ഓർ ഓഫ് എസ്കേപ്പിംഗ് ഫ്രം കസ്റ്റഡി മേ ബി ഇൻക്വയർഡ് ഇൻ ടു ഓർ ട്രൈഡ് ബൈ എ കോർട്ട് വിത്തിൻ ഹൂസ് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ദ ഒഫൻസ് വാസ് കമ്മിറ്റഡ് ഓർ ദ അക്യൂസ്ഡ് പേഴ്സൺ ഇസ് ഫൗണ്ട്. ഈ രണ്ട് സ്ഥലത്താണ് എവിടെയാണ് ഇത് നടന്നത്, ഒന്നത്. രണ്ടാമത് എവിടെയാണ് അക്യൂസ്ഡിനെ കിട്ടുന്നത്. ഇയാൾ ഇവിടുന്ന് മുങ്ങിയിട്ട് പിന്നെ വേറെ സ്ഥലത്തായിരിക്കും പൊങ്ങുക. അവിടെയും വേണമെങ്കിൽ അവിടുത്തെ മജിസ്ട്രേറ്റിനും ഇത് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അവിടുത്തെ സെഷൻസ് കോടതിക്കും അവിടുത്തെ കോടതികൾക്കും ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ദെൻ നമ്മളെ സംബന്ധിച്ചത് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ അല്ല, എന്നിരുന്നാലും മനസ്സിലാക്കിയിരിക്കണം നമ്മൾ. ആൻഡ് എനി ഒഫൻസ് ഓഫ് കിഡ്നാപ്പിംഗ് ഓർ അബ്ഡക്ഷൻ ഓഫ് എ പേഴ്സൺ മേ ബി ഇൻക്വയർഡ് ഇൻ ടു ഓർ ട്രൈഡ് by a court within whose local jurisdiction the person was kidnapped or abducted or was conveyed or concealed or detained. ഇതിന് മനസ്സിലാക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ഒരാളെ കിഡ്നാപ്പ് ചെയ്യുക അല്ലെങ്കിൽ അബ്ഡക്ഷൻ നടത്തുക, അങ്ങനെ കിഡ്നാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കിഡ്നാപ്പ് ചെയ്ത് അത് ഒരു പോലീസ് സ്റ്റേഷനോ ജൂറിസ്ഡിക്ഷനോ അല്ലെങ്കിൽ ഒരു വേറൊരു കോടതിയുടെ ജൂറിസ്ഡിക്ഷനാണ്. എന്നിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി, വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അയാളെ ഡീറ്റെയിൻ ചെയ്തു. എന്നിട്ട് അവിടുന്ന് അയാളെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, അയാളുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നിർബന്ധമായിട്ടും ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെ 2-3 സ്ഥലത്ത് ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, എവിടെയാണോ അതാണ് പല പല ഏരിയകൾ, അതായത് എവിടെയാണോ അബ്ഡക്ഷൻ നടന്നത് അതാണ് ഒന്ന്. ദെൻ വാസ് കൺവേഡ്, ഏതിലൂടെയാണ് കൊണ്ടുപോയത് അവിടെ. ഓർ കൺസീൽഡ്, എവിടെയാണ് അയാളെ ഒളിപ്പിച്ച് വെച്ചത് അവിടെ. ഓർ ഡീറ്റെയിൻഡ്, എവിടെയാണ് അയാളെ ഡീറ്റെയിൻ ചെയ്ത് നിർത്തിയത് അവിടെയൊക്കെ ഇതിന് ജൂറിസ്ഡിക്ഷൻ. ദെൻ എനി ഒഫൻസ് ഓഫ് തെഫ്റ്റ്, എക്സ്റ്റോർഷൻ ഓർ റോബറി മേ ബി ഇൻക്വയർഡ് ഇൻ ടു ഓർ ട്രൈഡ് ബൈ എ കോർട്ട് വിത്തിൻ whose local jurisdiction the offence was committed or the stolen property which is the subject of the offence was possessed by any person committing it or by any person who received or retained such property knowing or having reason to believe it to be stolen property. അപ്പോൾ ഒന്ന് വായിക്കണം കേട്ടോ, ഈ ലാംഗ്വേജ് ഇത്തിരി ക്ലിഷ്ടമാണ്, ഇങ്ങനെ പറഞ്ഞ് നീട്ടി വലിപ്പിച്ച് പറയുന്നത്. എന്തായാലും തെഫ്റ്റ്, എക്സ്റ്റോർഷൻ, റോബറി, ഇത് മൂന്നും നടന്ന സ്ഥലത്ത്, തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സിമ്പിളായിട്ടുള്ള തെഫ്റ്റ്,
എക്സ്ട്രോഷൻ ആകുമ്പോൾ അതിലൊരു ഭീഷണിയും കൂടി ഉണ്ട്, അതിനാണ് എക്സ്ട്രോഷൻ എന്ന്. ഭീഷണിപ്പെടുത്തിയിട്ടുള്ള തെഫ്റ്റ് ആണെങ്കിലാണ് എക്സ്ട്രോഷൻ. റോബറി ആകുമ്പോൾ ഒരാളോ അതായത് 5ൽ കുറവുള്ള ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ ഉപദ്രവിച്ചിട്ട് കളവ് നടത്തുകയാണെങ്കിൽ എന്ത് വന്നു, അതിനാണ് നമ്മൾ റോബറി എന്ന് പറയുന്നത്. ദെൻ അത് സ്വാഭാവികമായിട്ടും 5ൽ കൂടുതലോ ആളുകളാണ് റോബറി നടത്തുന്നത്, അതിനെ ഡെക്കോയിറ്റി എന്ന് പറയും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇതൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എവിടേക്കാണ് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എവിടെയാണോ ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്തത് അതാണ് ഒന്ന്. ഓർ ദ സ്റ്റോളൻ പ്രോപ്പർട്ടി എവിടെയാണോ പൊസസ് ചെയ്യുന്നത് അതാണ് രണ്ടാമത്തെ. ദെൻ എവിടെയാണോ സ്റ്റോളൻ പ്രോപ്പർട്ടി റിസീവ് ചെയ്യുന്നത് അവിടെയാകാം. അതുപോലെ തന്നെ എവിടെയാണ് ഇത് റീറ്റെയിൻ ചെയ്തത് അവിടെയാകാം. ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഈ പറയുന്ന ട്രയലിനുള്ള ജൂറിസ്ഡിക്ഷൻ കിട്ടും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷനും ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റും. ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് മണി ഉണ്ട്, പല ഓഫീസുകളിലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള 409, 420 അങ്ങനെയുള്ള സെക്ഷൻസ് ഒക്കെ, ഇതൊക്കെ ഏത് കോടതിയുടെ അധികാരപരിധിയിലാണ് ഇത് നടന്നത്? ചിലപ്പോൾ ഒരു പാർട്ട് ഒരെണ്ണത്തിൻ്റെയും മറ്റൊരു പാർട്ട് വേറൊരെണ്ണത്തിൻ്റെയും ആയിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒഫൻസ് അതിൻ്റെ ഇതൊക്കെ റിസീവ് ചെയ്ത് എവിടെയാണോ റിറ്റെയിൻ ചെയ്ത് എവിടെയാണോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിന് എന്തുണ്ട്, ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്നാണ്. ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ ആരെങ്ങാണ്ട് ട്രഷറി വെട്ടിപ്പൊക്കെ നടത്തിയെന്നാണ്. അപ്പോൾ ട്രഷറിയിൽ നിന്ന് വെട്ടിച്ച പൈസ അയാൾ എന്ത് ചെയ്തു, ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചതിന്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ പൈസ അവിടെയും കിട്ടും, എവിടെ വെച്ചിട്ടാണ് നടത്തി അവിടെയും കിട്ടും, ജൂറിസ്ഡിക്ഷൻ കിട്ടും. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജൂറിസ്ഡിക്ഷൻ ആവാം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള അലീഗേഷൻസ്, ഈ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് മണിയൊക്കെ ഉണ്ടാവണം. കാരണം നമ്മളെ എൻട്രസ്റ്റ് ചെയ്യണം, ഗവൺമെൻറ് ഓഫീസേഴ്സിനെ എൻട്രസ്റ്റ് ചെയ്യണം മണി. എന്തിനാണ് മണി എൻട്രസ്റ്റ് ചെയ്യുന്നത്? ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ പക്കായിട്ട് പ്രോപ്പറായിട്ട് നടത്താൻ വേണ്ടി. അതിനല്ലാതെ അത് തെറ്റായിട്ടുള്ള രീതിയിൽ അവനവന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്തായി, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷനായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല പണിഷ്മെൻ്റ് ഒക്കെ ഉണ്ട്. പബ്ലിക് സെർവൻ്റ് ആണെങ്കിൽ പണിഷ്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇതിലൊക്കെ ജൂറിസ്ഡിക്ഷൻ വരണമാണ് പറഞ്ഞത്. ഇനി any offense which includes the possession of stolen property may be incurred into or tried by a court within whose local jurisdiction the offense was committed or the stolen property was possessed. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് കൂടെ കൂട്ടി പറഞ്ഞതാണ്. അത്രയും കാര്യങ്ങളാണ് അതിൽ നോക്കാനുള്ളത്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ആയിട്ട് 181 പറഞ്ഞ കുറച്ച് ഒഫൻസുകൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു. ദെൻ ഒഫൻസസ് കമ്മിറ്റഡ് ബൈ ലെറ്റേഴ്സ് എക്സെട്ര. ലെറ്ററുകളിലൂടെയോ അങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെയാണെങ്കിൽ എങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഡിസെപ്ഷൻ പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെയൊക്കെ ആവാമല്ലോ. ചീറ്റിംഗ് വരിക, അല്ലെങ്കിൽ ഡിസെപ്ഷൻ പ്രാക്ടീസ് ചെയ്യുക, ഈ ഏതെങ്കിലും എന്താ പറയുക ടെലികമ്മ്യൂണിക്കേഷൻ മെസ്സേജിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെസ്സേജസിലൂടെയൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2 സ്ഥലത്താണ് വരിക. ഒന്ന്, എവിടെയാണോ ഈ പറയുന്ന ഇത് എന്താ പറയുക സെൻഡ് ആയത് അവിടെ ഒന്ന്, പിന്നെ എവിടെയാണ് ഇത് റിസീവ് ചെയ്തത് അവിടെ. ഇങ്ങനെ 2 സ്ഥലത്താണ് ഇതിൽ ജൂറിസ്ഡിക്ഷൻ വരിക. അതുപോലെ തന്നെ ചിലപ്പം നമ്മളിപ്പം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അയച്ച ഒരു പാഴ്സലാണെന്ന് വരും, അത് തെറ്റിച്ചിട്ട് വേറെ സ്ഥലത്ത് എന്ത് ചെയ്യുക, വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ തന്നെയായിട്ട് അത് ഇടപെട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് വഴിതിരിച്ചു വിടുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, അതും ഈ പറഞ്ഞ ഒഫൻസ്. അപ്പോൾ പ്രോപ്പർട്ടിയുടെ ഡെലിവറി എവിടെയാണ് നടക്കുന്നത് അവിടെയും വേണമെങ്കിൽ എന്താകാം, ഈ പറഞ്ഞ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ദെൻ ഒഫൻസ് കമ്മിറ്റഡ് ഓൺ ജേണി ഓർ വൊയേജ്, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ജേണിയിലോ അല്ലെങ്കിൽ ഒരു വൊയേജിലോ, വെൻ an offense is committed whilst the person by or against whom or the thing in respect of which the offense is committed is in the course of performing a journey or voyage, the offense may be inquired into or tried by a court through or no or into whose local jurisdiction that person or thing passed in the course of that journey or voyage. അതായത് ആ ജേണിയിൽ ഇങ്ങനെ പോകുന്ന ആ ഒരു സ്വാഭാവികമായിട്ട് ഇങ്ങനെ പോകുമല്ലോ, ആ ഒരു വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ട്രെയിൻ ആണെങ്കിൽ ട്രെയിൻ പോകുന്ന ആ സ്ഥലങ്ങളിലൊക്കെ അതിന് ജൂറിസ്ഡിക്ഷൻ വരുന്നതാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് നമ്മൾ എവിടെയാണ് ചെന്ന് ഇറങ്ങുന്നത് അവിടെ ആയിരിക്കും നമ്മൾ പരാതി കൊടുക്കുന്നത്, അവിടെ വരേക്ക് അതിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അത്രയാണ് 180. ഓക്കെ, താങ്ക് യു. ബാക്കി 184 തുടങ്ങി അടുത്ത സെഷനിൽ